ഹലോ ഗേസ്, അപ്പോൾ രാവിലെ എണീച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തായിരുന്നു. ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചും എണീച്ച് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന ആൾ കുക്കുമെലൺ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കി ഫുഡ് കഴിച്ചിട്ടെടുക്കാറ്. ഗേസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പായസം കൊണ്ട് അച്ചാമ്മ എടുക്കല്ലോ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കാണിച്ചിട്ട് അപ്പം ഞാൻ അച്ചുറ്റിയും കൊണ്ടാണ് പായസം കാണിക്കും. പായസം ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇതാണ് അച്ചുട്ടിയുടെ വീട്. ഇതായിരുന്നു എൻ്റെ നേരത്തെ വീട്. ഇത് വല്യച്ഛൻ്റെ വീട്. അപ്പുറത്ത് ചേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് അച്ചാമ്മ ഇടയ്ക്ക് പോകുന്നു. അച്ചാമ്മ പായസം തിന്നാൻ കൊതിയായിട്ടോടിയിരിക്കും. അവനവിടെ കാർന്നു. അപ്പോൾ നമ്മൾ സ്ഥലമെത്തി. ഇതായിരിക്കുന്നത് പായസം വലിയ സാധനം വരുന്നു. ചിരിച്ചേ. നമ്മൾ ചമ്മയ്ക്ക് പായസം കൊടുക്കണം. അച്ചമ്മ ഒറ്റ വാക്കിൽ വേണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ സേ ഹായ് കണ്ടോ. അത് കഴിഞ്ഞ് നമ്മളിഞ്ഞ് തിരിച്ച് ഇവിടെ നല്ല മഴക്കോളൊക്കെ ഉണ്ട്. കണ്ടു ഗൈസ്. അമ്മി അപ്പം നമ്മളിങ്ങനെ റോഡിലോട്ടൊക്കെ ഇറങ്ങി നിന്ന് ഇവിടെ നല്ല ഹായ് 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 പറ. അച്ഛമുണ്ടായിരുന്നു. നമുക്ക് നടന്നാലോ? ഞാൻ തിന്നോ? വീട്ടിലുണ്ടോ? അപ്പം നമ്മൾ ചുമ്മാ നല്ല കാറ്റ്, നല്ലൊരു ക്ലൈമറ്റ്, നമുക്ക് ചുമ്മാ നടക്കാം. വീട്ടിലുണ്ട്. മഴ പെയ്യുന്നോ? മഴ ചെറുതായിട്ട് കുടിക്കും. ഇങ്ങനെ നടക്കാം. നല്ല കാറ്റുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്. ഒരു തോട്. എന്തുവാടി ഇത്? ഓടയോ? കനാലോ? എന്തൊരു സാധനം. വെള്ളം പോകുന്നുണ്ട് ഇവിടെയൊക്കെ. നമുക്കിങ്ങനെ കാണാം. എന്നിട്ട് നമ്മളിവനെ മീമിയെ കാണിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയത് ഇവിടെ കൂടെ കാണാൻ. മീനൊന്നുമില്ല, കലക്കുള്ള. തിരിച്ചു പോയി. നമ്മൾ തിരിച്ച് വീണ്ടും നടക്കും. നല്ല നല്ല കാറ്റുണ്ട്, നല്ല വെതർ. എന്തോ ചെമ്പരത്തി പൂവോ എന്തോ ഇന്നലെ വന്ന് എന്താ ചെമ്മ എന്തേ തിരക്കിന്ന് പറഞ്ഞേക്ക്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് അഗീസിലൊക്കെ എടി മഴ ചാറുന്നത്. മഴ ചാറുന്നുണ്ട്. കണ്ടോ അൻസറിനുള്ള കൊച്ചിനെ കണ്ടു. ഇതുപോലൊരു അൻസറിനെ വേറെ ആർക്കും കാണത്തില്ല. അപ്പം നമ്മൾ തിരിച്ച് മഴ ചാറിയത് കൊണ്ട് തിരിച്ച് വീട്ടിൽ കയറാം. എന്തോ തിരിച്ച് വീട്ടിൽ കയറാം. നിനക്കെന്തോ പാപ്പം വേണമെന്ന് എന്തോ ചോദിക്കുന്നു. ഞാൻ തിന്നാൻ പോകാറുണ്ടെന്ന്. എവിടെ നിന്നാടി ഒരു ഡേവിൾ ചെയ്യട്ടെ. നല്ല കാറ്റ്. നമ്മൾ പോയതിനെക്കാട്ടിലും സ്പീഡിൽ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സൂപ്പർ കാറ്റാ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇവൻ കാർട്ടൂൺ കാണും. അപ്പം അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കാം. ഗീസ്. അപ്പം മീനുമായിട്ട് മാമ വന്നു. അപ്പം നമുക്ക് ഇനി ഏതൊക്കെ മീനുണ്ട് എന്ന് നോക്കാം.
കണ്ടോ ഇവിടെ ബാർഗെയിൻ ചെയ്ത് ഇവിടുത്തെ ഞാനൊക്കെ പലത് കഴിക്കും. ആ കണ്ടോ അത് ആർക്കെങ്കിലും വേറെ ലോക്കലിന് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ പല ഐറ്റോ രണ്ടു വെള്ളത്തിൽ കൂടി ഇട്ടേക്കാം. 100 രൂപ ഇവിടെ 100 രൂപയ്ക്ക് സാധനം കിട്ടി. എക്സ്ട്രാ 100 രൂപ. അപ്പം മീൻ കിട്ടി. കൊഞ്ച് വേണം. കൊഞ്ച് വേണ്ട, കൊഞ്ച് ഇരിക്കുന്നു. 1000 രൂപ 100 രൂപയ്ക്ക് മീനെല്ലാം കൂടെ വേണമെന്ന് പറഞ്ഞു. മീൻകാരൻ വെറുതെ വെച്ചിട്ടു എന്തൊരു ദയനീയമായ അവസ്ഥ. അവന് അത് ഞം ഇപ്പഴേ ഞമ്മണം. എന്തോ കഞ്ഞി വേണോ മന്തി വേണോ? മന്തി. ഹലോ ഗേസ്, അപ്പം നമ്മൾ അച്ചുട്ടിയുടെ സൈക്കിള് എടുക്കാൻ കടയിൽ പോവാം. പ്രത്യേകിച്ച് വേറെ ഒന്നും വ്ലോഗിനല്ല, ഒരലമ്പ് ചെറുക്കനും ഉണ്ട് കൂടെ. അപ്പം അവർക്ക് തൽക്കാലം ഉപയോഗിക്കാൻ അങ്കിളൊരു സൈക്കിൾ കൊടുത്ത് അത് തിരിച്ചു കൊടുത്തിട്ട് അവിടെ സ്വന്തം സൈക്കിൾ എടുക്കാനായിട്ട് പോവാം. വല്ലവൻ്റെ ഇത് കടയിൽ നിന്ന് തന്നെ സൈക്കിളാണ്. ഇപ്പം നമ്മൾ അച്ചുട്ടിയുടെ സ്വന്തം സൈക്കിൾ എടുക്കാൻ പോവുകയാണ്. എന്ത് താഴെ ഒരാൾ നടന്നു വരുന്നുണ്ട്. മേക്കറായിരുന്നു. രാവിലെ വിശന്നപ്പോൾ 2 ബട്ടൺസ് എടുത്ത് തിന്ന് അതുകൊണ്ട് ഷർട്ടിന് 2 ബട്ടൺസ് ഇല്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ 2 നിക്കറിനകത്ത് മുള്ളി. 3ാമത്തെ നിക്കർ. ഇതിനെ കുറിച്ചാ പറയുന്നത്. മഴയല്ലേ, അതുകൊണ്ട്. മഴ ആയതുകൊണ്ട് വെളിയിൽ പോകാൻ പേടി. ഇപ്പം കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ നടന്നാ പോകുന്നത്. ഓട്ടോ നമ്മൾ ചെറുപ്പുണ്ട് കാലേ. അപ്പോൾ വണ്ടി വരുന്നു. വണ്ടി വരുന്നു. അതുകൊണ്ട് മോൻ്റെ അമ്മച്ചി എവിടെ പോയി? ഞം മേടിച്ചു. എന്തോ ഞമ്മ മോൻ എന്തോ ഞമ്മ ആ മോന അമ്മ മോന് ഞം മേടിക്കാൻ പോയാ. അമ്പുട്ടായി മേടിക്കാൻ പോയതാ. നമ്മളെവിടെ പോവാ? നമ്മളെവിടെ പോന്നെ? നമ്മളും അമ്പൂട്ടായി മേടിക്കാൻ പോവാ. അപ്പം വണ്ടി വന്നപ്പോൾ എടുത്തൊക്കെ തേറ്റിയ സാധനത്തിന് നമ്മൾ വണ്ടി പോയപ്പോൾ തിരിച്ച് താഴെ വെച്ചു. അത് നടന്നു വരുന്നുണ്ട്. നമ്മൾ എത്താറായി. എന്തുവാ ആരെ? ആ മോൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ആ നോണി വീട്ടിലുണ്ട്. ഇപ്പം നമ്മൾ കടയിലെത്തി.